വൈവിധ്യങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന സമർപ്പണ ജീവിതങ്ങളുടെ സംഗമവേദിയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭയിലെ സമർപ്പിതർ ഒരു പൂന്തോട്ടത്തിലെ പൂക്കൾ പോലെയാണ്. സന്യാസ സഭകൾ വിശാലമായി പൂന്തോട്ടത്തിലെ ചെടികൾ പോലെയാണ്. പുണ്യങ്ങളുടെ സുഗന്ധം പരത്തുന്ന വ്യത്യസ്തമായ പൂക്കൾ അലങ്കരിക്കപ്പെടുകയാണ് ഈ ലോകം. ഈ പൂന്തോട്ടത്തിലെ വിശിഷ്ട സുഗന്ധവുമായി ഇന്ന് നമ്മോടൊപ്പം ഈ വേദിയിൽ പ്രഗത്ഭനായ ഭിഷഗ്വരൻ, സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഫാദർ ദേവ് അഗസ്റ്റിൻ അക്കര കപ്യൂച്ചിൻ. സ്വാഗതം ചെയ്യാം ഫാദർ ദേവ് അഗസ്റ്റിൻ. ഫാദർ ദേവ് അഗസ്റ്റിൻ അക്കര തൃശൂർ അതിരൂപതയിലെ ഒല്ലൂർ ഫൊറോനയിലെ പടവരാട് ഇടവകയിൽ പരേതനായ അഗസ്റ്റിൻ ഡി അക്കരയുടെയും ബീന അഗസ്റ്റിന്റെയും മൂത്ത മകൻ. ആലുവ സെന്റ് തോമസ് കപ്പുച്ചിൻ പ്രൊവിൻസിലെ അംഗമാണ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം നേടിയതിനു ശേഷം കപ്പുച്ചിൻ സഭയിൽ വൈദിക പരിശീലനത്തിനായി പ്രവേശിച്ചു. 2015 പൗരോഹിത്യ സ്വീകരണത്തിനു ശേഷം 2020 തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് സൈക്യാട്രിയിൽ MD ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. ഇപ്പോൾ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. വടക്കാഞ്ചേരിയിൽ കപ്പുച്ചിൻ സഭയുടെ കീഴിലുള്ള അസീസി റിഹാബിലിറ്റേഷൻ സെന്റർ ഡയറക്ടറായും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ലഹരി വിമുക്ത ചികിത്സ, വാർദ്ധക്യകാല മാനസികാരോഗ്യ പരിപാലനം, കൗൺസിലിംഗ് തുടങ്ങിയ മേഖലകളിലൂടെ അനേകർക്ക് ആശ്വാസമേകിക്കൊണ്ടിരിക്കുന്നു. തൃശൂർ കാൽവരി ഫിലോസഫിക്കൽ കോളേജിലെ അധ്യാപകനായ ഫാദർ മത്തായി അച്ഛന്റെ ഇളയ സഹോദരനാണ്. ഫാദർ ദേവ് അഗസ്റ്റിൻ അക്കരയെ സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹ ആദരവുകളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുന്നവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു മേഖലയാണ് മനഃശാസ്ത്ര മേഖല. ഈ ഒരു മേഖലയിലേക്ക് ഇന്ന് ധാരാളം പുതിയ പുതിയ കണ്ടെത്തലുകളുമായി ഒട്ടനവധി ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുന്ന ഒരാൾ ഇത്തരത്തിൽ മെഡിക്കൽ മേഖലകളിലേക്ക് കടന്നു വരുന്നത്, അതും ചെറുപ്പത്തിലെ തന്നെ ഡോക്ടർ ആയതിനു ശേഷം ഈ ഒരു മേഖലയിലേക്ക്, വൈദിക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ ഒരു ഭിഷഗ്വരനെ നമുക്ക് വിശാലമായി പരിചയപ്പെടാം. ദേവച്ചൻ, അങ്ങയുടെ ജീവിതം ഈ ഗുഡ്നസ് TV പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. പ്രൊഫഷണൽ രംഗത്തു നിന്നുമാണ് അങ്ങ് വരുന്നത് അല്ലേ? എന്താണ് അതിനൊരു പ്രചോദനമായത്? എനിക്ക് ചെറുപ്പത്തിലെ ഒരു സന്യാസത്തോടൊക്കെ ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. അച്ഛനാവണമെന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ 10th സ്റ്റാൻഡേർഡൊക്കെ കഴിഞ്ഞ് ഞാൻ സലേഷ്യൻ സ്കൂളിലാണ് പഠിച്ചത്, ഡോൺ ബോസ്കോ മണ്ണുത്തി. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വൊക്കേഷൻ സെലക്ഷനൊക്കെ കിട്ടി. പക്ഷേ എനിക്ക് സയൻസ് സബ്ജക്റ്റ് ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അന്ന് സെമിനാറുകളിൽ ഈ സബ്ജക്റ്റിന് സ്കോപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോയിൻ ഫോർ പ്രീ ഡിഗ്രി സെയിൻറ്റ് തോമസ് കോളേജിൽ തൃശ്ശൂർ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒഴിച്ച് എല്ലാവരും എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഐ വാസ് എ ലോണർ. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു യു ഓൾസോ കം, നീയും ട്യൂഷന് വരാൻ പറഞ്ഞു. പിന്നെ നമ്മൾ PC തോമസ് സാറിൻ്റെ അടുത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് ചേരാണ്. തന്നെ നമ്മൾ ആ സ്പിരിറ്റിൽ തന്നെ ആയിപ്പോയി. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ചാൻസ് എഴുതിയപ്പോൾ എനിക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടിയില്ല, എൻജിനീയറിങ്ങിന് കിട്ടി. ഞാൻ എൻജിനീയറിംഗ് ജോയിൻ ചെയ്തു, മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ. പക്ഷെ ഒരു
2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് എനിക്ക് വഴങ്ങുന്ന കാര്യമല്ലെന്ന്. ഞാനത് ഡ്രോപ്പ് ഓഫ് ചെയ്തു. ആ സമയത്താണ് ഈ ഒരു ജീസസ് യൂത്ത് മുന്നേറ്റമൊക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ സാധിച്ചത്. പിന്നെ വീണ്ടും എൻട്രൻസ് എഴുതി തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചേർന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്ത് എനിക്കങ്ങനെ ഈ ഒരു വൊക്കേഷനെ കുറിച്ച് കാര്യമായ സീരിയസ് തോട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഫൈനൽ ഇയറൊക്കെ ആയിരുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് എനിക്ക് ഒരു സ്പിരിച്വലി ഡയറക്റ്റ് ചെയ്യാൻ ഒരു അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ടു ഷെയർ വിത്ത് ഹിം ഇടയ്ക്ക്, കാരണം ഇങ്ങനെ ഒരു വൊക്കേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു യു കംപ്ലീറ്റ് ദ കോഴ്സ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ എന്നെ മിക്കപ്പോഴും ഡിസ്കറേജ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനും അപ്പോൾ PG എൻട്രൻസ് എന്നൊക്കെ അങ്ങനെ ഒരു ചിന്തയിലാണ് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു സീരിയസ് തോട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, എങ്ങനെ ഹൗ ടു കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി. ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിരുന്ന ആളായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് കുറേ സോഷ്യലി ഇൻവോൾവ് ആവാനും, പ്രത്യേകിച്ച് ഈ ഒരു ജീസസ് യൂത്ത് മുന്നേറ്റവും ബാക്കി KCYM, വിൻസെൻ്റ് പോൾ, അങ്ങനെയൊക്കെ കുറേ. അപ്പം എനിക്ക് കിട്ടിയത് എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്നൊരു ചോദ്യം വളരെ സീരിയസ് ആയി വന്നത് ഈ MBBSൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ്. ആ സമയത്താണ് വേൾഡ് യൂത്ത് ഡേ പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. 2005 കൊളോണിലായിരുന്നു. അപ്പോൾ ഇനി ആ സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുറേ അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻസ്. പിന്നെ CCയിൽ ചെന്നപ്പോഴാണ്, ആ സമയമാകുമ്പോഴേക്കും ഞാൻ ഈ ഒരു ഫ്രാൻസിസ്കൻ ഇതുകൾ വായിക്കുകയും ഒക്കെ. അപ്പോൾ CCയിൽ ചെന്നപ്പോഴാണ് എനിക്ക് കൃത്യമായ ബോധ്യമായത് ദിസ് ഈസ് യുവർ വേ, ഇതാണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്, ദൈവം എന്ത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഒരിക്കലും വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഒരിക്കലും തന്നിട്ടില്ല അവർ. കാരണം നമ്മളൊരു പ്രൊഫഷണൽ ചേരുമ്പോൾ അമ്മയൊക്കെ പറഞ്ഞത് യു ആർ സെലക്ടിങ് ദിസ് പ്രൊഫഷൻ ടു ഹെൽപ്പ് ദ പീപ്പിൾ, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ്. നിൻ്റെ പൈസ കിട്ടിയിട്ട് ഇപ്പം ഞങ്ങളെ നോക്കേണ്ട സ്ഥിതി ദൈവം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിനും ജനത്തിനും ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതുകൊണ്ട് കുറേയും കൂടി ആ ഒരു ഔട്ട്വേർഡ് ഡയമെൻഷനിൽ ചിന്തിക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നു. അതൊക്കെ ആയിരിക്കാം ഇങ്ങനൊരു ദൈവങ്ങളെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാനും ദൈവം എന്നിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കാനൊക്കെ സാധിച്ചത്. MBBS ഏത് വർഷം പാസ്സായത്? MBBS 2004 പാസ്സായി. 2004 പാസ്സായി, പ്രൊഫഷൻ തുടങ്ങി. 2004 പാസ്സായി, ഹൗസ് സർജൻസിയൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് ഹൗസ് സർജൻസിയുടെ സമയത്താണ് ഞാൻ ഈ തീരുമാനം ഇതിലേക്ക് വരണം. നമ്മുടെ ഇന്റർനാഷണൽ വേൾഡ് യൂത്ത് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് അല്ലേ? അതിന്റെ തുടർച്ചയിലാണ് കപ്പുച്ചിൻ ഇതിലേക്ക് അങ്ങനെ ഒരു ഞാൻ തീരുമാനിക്കുന്നത്. CCയിൽ അങ്ങനെ ഒരു എനിക്ക് ഒരു ഫീൽ ചെയ്തു, ദിസ് ഈസ് മൈ പ്ലേസ് എന്നുള്ളൊരു ഫീല് കിട്ടിയത്. അങ്ങനെ നിരവധി പേരെ വശീകരിക്കുന്നുണ്ട് ഫ്രാൻസിസ്. ഒരു ചലഞ്ചിങ് ആളാണല്ലോ. യങ് പീപ്പിൾ ഓൾവേസ് സീക്ക് ഫോർ ചലഞ്ചസ്. വളരെ മോണോട്ടോണസ് ആയി നിൽക്കുന്ന ആരും യങ്സ്റ്റേഴ്സ് ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ചലഞ്ച്, പ്രത്യേകിച്ച് ആ വായനയും ആ മൊത്തത്തിൽ അതൊരു ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് തോന്നുകയാണ്. ഫ്രാൻസിസ് സ്റ്റിൽ മോട്ടിവേറ്റിംഗ് പീപ്പിൾ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അച്ഛൻ്റെ കുടുംബം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ? ഫാദറും മദർ. ഫാദർ ബാങ്കിൽ എംപ്ലോയി ആയിരുന്നു. 2 വർഷം മുമ്പ് അച്ഛൻ മരിച്ചു. പിന്നെ അമ്മ ടീച്ചറായിരുന്നു, റിട്ടയേർഡാണ്. എനിക്കൊരു സിസ്റ്ററും ഒരു ബ്രദറാണുള്ളത്. സിസ്റ്റർ എൻ്റെ തൊട്ട് താഴെ മാരീഡാണ്. ബ്രദറിൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്നു. 3 മക്കളുണ്ട്. അതിന് താഴെ ബ്രദർ മത്തായിച്ചനാണ്. ആള് കപ്പുച്ചിൻ പ്രീസ്റ്റ് തന്നെയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് സെമിനാറിൽ ചേരുന്നത്. ആൾ ആദ്യം ചേർന്നു. മേ ബി ഞാൻ ഫ്യൂ മന്ത്സ് കഴിഞ്ഞ് സെയിം ബാച്ചിൽ ജോയിൻ്റായി. പട്ടവും ഒരുമിച്ചാണ്. 2015 നവംബർ 10 പട്ടം. ആള് ലൈസൻഷിയേറ്റ് ചെയ്തു. ഇപ്പോൾ കാൽവരി ഫിലോസഫിക്കൽ കോളേജിൽ തൃശ്ശൂർ സ്റ്റാഫായി വർക്ക് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, സന്തോഷം. അപ്പോൾ അച്ഛൻ്റെ ഈ ഒരു മെഡിക്കൽ ഫീൽഡ്, അച്ഛന് MD കഴിഞ്ഞു അല്ലേ? ആ പഠന വഴികളെ കുറിച്ചൊന്ന് പറയും. ഞാൻ 1999 MBBSന് ജോയിൻ ചെയ്യുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ. 2004 ആയപ്പോഴേക്കും ഹൗസ് സർജൻസി ഇത് ചെയ്തു. 2005 കപ്പുച്ചിൻസിൽ ജോയിൻ ചെയ്യണത്. അപ്പോൾ ഞാൻ കപ്പുച്ചിൻ സഭയിൽ ചേർന്നപ്പോൾ അവർക്കൊരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം
ഒന്ന് യു ഗോ ഫോർ ജെസ്യൂട്ട്സ്, കാരണം അവർ പ്രൊഫഷണലി പഠിപ്പിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതിൽ പോകാൻ പറഞ്ഞ കുറേ ആളുകളുണ്ട്. പിന്നെ ഡയസീഷ്യൻ ഇതിൽ ചേരാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യാം, ഹോസ്പിറ്റലിൻ്റെയൊക്കെ. പക്ഷെ എനിക്ക് അതിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് 13 വർഷത്തെ കപ്പുച്ചിൻ പരിശീലനത്തിലേക്ക് പോകണം, ഇത്രയും സമയം, യു ആർ വേസ്റ്റിംഗ് യുവർ റിസോഴ്സസ് എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഈ സന്യാസത്തിലേക്കാണ് എൻ്റെ വിളി എന്നുള്ളത്. അപ്പം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് അന്നത്തെ പ്രൊവിൻഷ്യൽ അച്ഛൻ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ ഇനി നിങ്ങൾ ഈ പ്രൊഫഷൻ ഒരിക്കലും ചെയ്യില്ലായിരിക്കും, മെഡിക്കൽ ഡോക്ടറായിട്ട് ഇനി വർക്ക് ചെയ്യില്ലായിരിക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ആ സമയത്ത് പറഞ്ഞു യെസ് പറഞ്ഞു, കാരണം എൻ്റെ പ്രൈമറി ഇത് സന്യാസം ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ ഒരു തേഴ്സ്റ്റ് എങ്ങനെയാണ് അച്ഛൻ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്? കാരണം ഇവിടെ നമ്മുടെ നാട്ടിലൊരു MBBS പാസ്സാകുക, MBBS അഡ്മിഷന് വേണ്ടി എത്ര ലക്ഷം രൂപ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാകുക, അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരു അഡ്മിഷന് വേണ്ടിയൊക്കെ ഇങ്ങനെ ആൾക്കാർ കൊതിച്ചിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ. ഇപ്പോഴും അതെ, അന്നും അതെ. MBBS അഡ്മിഷനൊക്കെ കിട്ടാൻ വലിയ പാടാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛൻ എൻട്രൻസ് എഴുതി തന്നെ കിട്ടുകയും പാസ്സാവുകയും ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു നമ്മുടെ സമൂഹത്തിലെ ഒരു ക്രീമി ലെയറിന് മുകളിൽ നിൽക്കുന്ന ഒരു ജീവിത അവസ്ഥയിലേക്ക് എത്തി, ഫിക്സ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് താഴേക്ക് ഇറങ്ങി തെരുവിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആ ജനങ്ങളുടെ ഇടയിലേക്ക് തിരിച്ചിറങ്ങാനായിട്ട് അന്ന് അച്ഛനല്ല, അച്ഛൻ സെമിനാരിയിൽ ചേർന്നിട്ടില്ല, അച്ഛനൊരു സാധാരണ ക്രൈസ്തവ യുവാവ് മാത്രമാണ്. അച്ഛനതെങ്ങനെയാണ് ആ ഒരു തേഴ്സ്റ്റിനെ, ആ ഒരു ദാഹത്തെ, ഈശോയ്ക്ക് വേണ്ടി ഈ ഒരു വലിയ നേട്ടവും ഉപേക്ഷിക്കാം, അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്തായിരുന്നു അച്ഛൻ്റെ ആ ഒരു സമയത്തെ ഒരു പ്രചോദനം? എനിക്ക് തോന്നുന്നു സെയിൻറ്റ് പോളിൻ്റെ വേർഡ്സ് ഇപ്പോഴും ട്രൂ ആണെന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം, അത് സ്റ്റിൽ അത് ഫാക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സമയത്ത് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിലുണ്ടായിരുന്ന പ്രധാന ചിന്ത ഇതായിരുന്നു, ഞാൻ ഡോക്ടറാകുന്നു, ആളുകളെ ശുശ്രൂഷിക്കുന്നു, ഓക്കെ. പക്ഷേ അന്ന് പ്രോ ലൈഫ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയം, അപ്പോൾ ഒരു പ്രോ ലൈഫ് ഒരു കുടുംബജീവിതം നയിക്കണമെന്നൊക്കെ എൻ്റെ കൂടെയുള്ള കണ്ടംപററീസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ബിഗ് ഫാമിലി, അങ്ങനത്തെയൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയമാണ്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാനിങ്ങനെ ഒരു ഫാമിലി ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മേ ബി ഐ എം കൺഫൈനിങ് മൈ ലൈഫ് ടു 4 walls, കാരണം അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, കടമകളൊക്കെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ചുമരുകളില്ലാത്ത ഒരു മേ ബി അതിനേക്കും കുറേയും കൂടി വൈഡായിട്ടുള്ളൊരു ഇതിലേക്ക് എന്നെ തന്നെ അവൈലബിൾ ആക്കണം. കാരണം ഐ ഹാവ് റിസീവ്ഡ് മോർ ദാൻ ഐ ഡിസേർവ്. അപ്പോൾ കാരണം അത്രയും ഒരു ചേഞ്ചസ്, ഒരു ലിബറേറ്റീവ് എക്സ്പീരിയൻസ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു ക്രിസ്തു അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കൊരു തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂലം ആളുകൾക്ക് ഉപകാരപ്രദമാകണം എന്നൊരു ചിന്ത. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു സന്യാസ ജീവിതമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു കപ്പുച്ചിൻ ഇതിലേക്ക് കുറിച്ച് ചിന്തിക്കാൻ കാരണം, യു ക്യാൻ എക്സ്റ്റെൻഡ് ടു എനി സ്പേസ് ഒരു ഫ്രാൻസിസ്കൻ, കാരണം ഫ്രാൻസിസിനെ എവിടെ വേണമെങ്കിലും റിലേറ്റ് ചെയ്യാന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനൊരു ഇതിനെക്കുറിച്ച്, ഈ ഒരു സന്യാസത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാം. കാരണം ഐ ആം അവൈലബിൾ 24/7. കാരണം ഞാനിപ്പോൾ എനിക്കറിയാം എപ്പോൾ വേണമെങ്കിലും എനിക്ക് കോൾ വരുന്നു. ഞാനൊരു വിവാഹിതനാണെങ്കിൽ ആ കോൾ വരുന്നതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആളുകൾ എന്നോട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എനിക്ക് ഒരു സീക്രസി കീപ്പ് ചെയ്യണതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ നമുക്ക് നമ്മളെ തന്നെ വ്യയം ചെയ്യാൻ പറ്റുന്നു. അതുപോലെ പൗലോസ് ലീഹ പറയുന്നത് പോലെ അവസാനം മരിക്കാൻ സമയത്ത് ഐ ഹാവ് ഡൺ മൈ മാക്സിമം. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, വീണ്ടും കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ, ദൈവമേ നീ എന്നെ ഈ ഭൂമിയിൽ അയച്ചതുപോലെയല്ല, ഭൂമി കുറേ കൂടെ മനോഹരമായിരിക്കുന്നു എൻ്റെ ഇത്രയും നാളത്തെ ഒരു പ്രസൻസ് കൊണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം. നല്ലൊരു കൺസെപ്റ്റാണ്. അതായത് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് നമുക്ക് മറ്റ് സാധ്യതകൾ ഇല്ലാതിരുന്നിട്ട് നമ്മൾ വേറൊരു കിട്ടിയ സാധ്യത തിരഞ്ഞെടുക്കുമ്പോഴല്ല, ഒട്ടനവധി സാധ്യത. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ശിവക്കാരയുടെ ഒരു വാക്കുണ്ട്, കമ്മിറ്റ്മെന്റ് ഡസന്റ് മീൻ ദാറ്റ് സ്റ്റിക്കിംഗ് ഓൺ സംതിങ് വെൻ യു ഹാവ് നോ ചോയ്സസ് എന്ന് ശിവക്കാര പറയുന്നുണ്ട്. വെൻ വി ഹാവ് നോ ചോയ്സ്, അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അതിനകത്ത് നമുക്ക് കമ്മിറ്റ്മെന്റ് എന്ന് പറയാനില്ല. ഒട്ടനവധി സാധ്യതകൾ. ഇപ്പോൾ പ്രത്യേകിച്ച് ദേവച്ചനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറായതിനു ശേഷം പ്രൊഫഷണൽ ഡോക്ടറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ്
ഇങ്ങനെയൊരു സാധ്യത ആണ് എനിക്ക് ലോകത്ത് കൂടുതൽ സ്പേസിങ്, അതായത് ദൈവത്തിൻ്റെ സ്നേഹം എന്നിലേക്ക് എത്തിയത് ഈ ലോകത്തിന് വിതരണം ചെയ്യാൻ ഏറ്റവും നല്ല ഇടം ഇതാണ് എന്ന് തിരിച്ചറിയുന്നൊരു സമയം, അതിന് യഥാർത്ഥത്തിൽ ഒരു ആത്മസമർപ്പണം എന്ന് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ നമുക്ക് വിളിക്കാൻ പറ്റും. അല്ലെ, ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹം ഈ പിതാവിനോട് യുദ്ധം ചെയ്ത് ഈ വീട് പറിക്കുന്ന ഒരു സമയമുണ്ട്. ഈ നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഉടലിൽ നിന്ന് ഈ രക്തബന്ധത്തിൻ്റെതായ എല്ലാ ഉടയാടകളും ഊരിക്കളഞ്ഞിട്ട് അദ്ദേഹം ഈ റോഡിലോട്ട് ഇറങ്ങി വന്ന് ഈ നഗ്നനായി കൈ ഉയർത്തി ആകാശത്തേക്ക് നോക്കി ആകാശത്തെ വസ്ത്രമാക്കി മാറ്റുന്ന ഒരു സമയമുണ്ട് അല്ലേ. അപ്പോൾ അതൊരു ഉപേക്ഷിക്കലിൻ്റെ ഒരു വലിയ ഒരിടം ഈ ക്രിസ്തുവിനെ അത് ക്രിസ്തുവിന് വേണ്ടിയാണ്. ക്രിസ്തു എന്ന ആകാശത്തിലേക്ക് ലയിക്കുകയാണ് സത്യത്തിൽ അല്ലേ. അപ്പം ആ ഒരു അനുഭവത്തിലേക്ക് അച്ഛൻ കടന്നു വരാൻ മാത്രം ഈ ഒരു കാലത്തും കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ സന്യാസം സജീവമാണ്. സന്യാസ സഭകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സജീവമായ ഒരു ധാര ഇങ്ങനെ ഒഴുകുന്നുണ്ട് എന്നത് ഒരു തെളിവാണ് അല്ലേ. അത് ക്രിസ്തു എനിക്ക് തോന്നുന്നു കാലത്തിന് അതീതമായി എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കൃത്യമായി തോന്നിയത്. കാരണം ഇപ്പം ഞാൻ MBBS പഠിച്ച ഡോക്ടർ അച്ഛന്മാർ വളരെ കുറവാണ്. ബട്ട് നൗ ഞാൻ ഈ ജോയിൻ ചെയ്തതിന് ശേഷം കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ MBBS കഴിഞ്ഞ് ഒരാൾ ഓർഡൈൻഡായി, വേറൊരാൾ MBBSഉം ആയുർവേദം കഴിഞ്ഞ് ഇപ്പോൾ അണ്ടർ ഫോർമേഷൻ കപ്പുച്ചിലല്ല കമീലിയൻ സഭയിൽ കമീലിയൻസിലുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്തു ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിതം ചിലപ്പോൾ ഈ പ്രചോദനങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻ ആകാതെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നാറ്. മേ ബി ദാറ്റ് ഈസ് ദ മോസ്റ്റ് കോർ തിങ്. പിന്നെ എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം, ഈ ഒരു പ്രൊഫഷണൽ ഇതുമായി ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യം, എൻ്റെ കോർ സബ്ജക്റ്റ് സർജറിയാണ്. ഐ ലവ് ടു ഡു സർജറി. എൻ്റെ ബാച്ച്മേറ്റ്സും കൃത്യമായി പറയണത് ഈ സർജറി ചെയ്യാൻ സ്കിൽഡാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് യൂറോളജിസ്റ്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ സൈക്കാട്രി സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയേക്കണം. കാരണം യു ആർ എ ഗുഡ് സർജൻ, യു കുഡ് ഹാവ് സെലക്റ്റഡ് സർജറി. കാരണം നമ്മൾ ചെയ്യണതൊക്കെ അവർ കണ്ടിട്ടുണ്ടല്ലോ ഹൗസ് സർജൻസി പീരീഡ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈക്കാട്രിയെക്കുറിച്ച് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴും കർത്താവിൻ്റെ ഒരു പദ്ധതിയാണെന്ന് തോന്നുന്നു അതിലേക്ക്. കാരണം എനിക്ക് MD എൻട്രൻസിൻ്റെ സമയത്ത് 2 ഓപ്ഷനും ഉണ്ടായിരുന്നു. 2ഉം ഗവൺമെൻറ് കോളേജസിൽ കിട്ടുമായിരുന്നു. പക്ഷേ എന്നെ കർത്താവ് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഏരിയയിൽ എത്തിച്ചത് വളരെ മിറാക്കുലസ്ലി ആയിരുന്നു. അപ്പോൾ ആദ്യം എനിക്കത് മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം MD എൻട്രൻസും ഇതേ പാറ്റേണിൽ തന്നെ. MD എൻട്രൻസ് ഞാൻ കേരള എൻട്രൻസ് നീറ്റ് എഴുതിയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത്. റാങ്ക് എനിക്ക് എൻ്റെ റാങ്ക് 600 സംതിങ് ആയിരുന്നു. ഞാൻ ഓർക്കുന്നില്ല. അതായത് സെമിനാരി പഠനത്തിന് ശേഷമാണ്. സെമിനാരി പഠനത്തിന് ശേഷം. കാരണം ഞാൻ ഇത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയി പഠിക്കാൻ പറഞ്ഞപ്പോൾ. കാരണം എന്നോട് ഇനി ഈ പ്രൊഫഷൻ ചെയ്യില്ല എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ തിയോളജി ഫൈനൽ ഇയർ ആയിരുന്നപ്പോൾ എൻ്റെ പ്രൊഫഷണൽ അച്ഛൻ പറഞ്ഞു, നൗ യു ക്യാൻ തിങ്ക് അബൌട്ട് ഡൂയിങ് MD. കാരണം ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷത്തെക്കാളും ദേഷ്യമാണ് വന്നത്. കാരണം ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കുറേശ്ശെയൊക്കെ പഠിക്കാമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ചേരുമ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ 23 കോളേജസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ 10 വർഷം കഴിഞ്ഞ് ഇത്രയും MBBS സ്റ്റുഡൻസിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യണം, അത് അച്ഛനായിട്ട് പോയിരുന്ന് പഠിക്കണം. അതൊക്കെ എനിക്ക് ഭയങ്കര സാധിക്കുമോ എന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ വന്നതാണ്. പക്ഷേ എനിക്ക് തോന്നിയത് കർത്താവ് നമ്മളൊരു പദ്ധതി ഏൽപ്പിക്കുമ്പോഴും അതിനുള്ളൊരു കൃപയും കർത്താവ് നമുക്ക് നൽകുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പഠന മേഖലയിൽ, ഈ ഒരു സൈക്കാട്രി മേഖലയിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ആദ്യം മനസ്സുകൊണ്ട് അത്ര ഇഷ്ടമായിരുന്നില്ല. കാരണം പല ആളുകളും ഈവൻ കോമൺ പബ്ലിക്കൊക്കെ ചിന്തിക്കുന്ന പോലെ ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഇതൊരു പ്രൊഡക്റ്റീവ് അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില ആളുകൾ മറ്റേതൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മരുന്ന് എഴുതി പൈസ വാങ്ങാലോ, അല്ലെങ്കിൽ കുത്തിവെപ്പ് ചെയ്ത് ചെയ്യാലോ, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കാലോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ ഞാൻ ഈ ഒരു മേഖലയിൽ കർത്താവ് കൊണ്ടുവരുമ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ പല ആളുകളും നമ്മളോട് ഓപ്പൺ അപ്പ് ചെയ്യാനും, എല്ലാ മേഖലയിലുള്ള ആൾ ഓപ്പൺ അപ്പ് ചെയ്യാനും, അവരുടെ പ്രശ്നങ്ങൾ വർഷങ്ങളായി ഉള്ള ചില പ്രശ്നങ്ങളിൽ വളരെ സിമ്പിളായിട്ടുള്ള ചിലപ്പോൾ ഒരു മെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസിൽ
അവർ സമാധാനമായിട്ട് ഉറങ്ങുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷം. ഈ ഒരു പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡ് നമ്മുടെ ഈ കുഞ്ഞു മനസ്സുകളുടെ നൊമ്പരങ്ങൾ അത് വല്ലാത്തൊരു വിഹുലതകളായിട്ട് മാറുന്നുണ്ട് അല്ലേ? പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഉഴറി നടക്കുന്ന ഒട്ടനവധി മാതാപിതാക്കളെ കാണുന്നുണ്ട്. വഴക്ക് പറയാൻ പേടി, കുഞ്ഞുങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ പേടി, ഇങ്ങനെ വല്ലാതെ ഭയപ്പെടും. അത് ചെറിയൊരു കാര്യമല്ല. കാരണം ഒരു കുഞ്ഞ്, രണ്ട് കുഞ്ഞുങ്ങൾ ഇത്രയുമൊക്കെ ആയിട്ട് ഒരു കുടുംബത്തെ പോറ്റാൻ വല്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ 8ഉം 10ഉം മക്കളെ പോറ്റിക്കൊണ്ടിരുന്ന അപ്പന്മാരുടെയും അമ്മമാരുടെയും ഈ ഒരു മാനസിക ശക്തി, ഒരു സ്ട്രെങ്ത്, ഒരു മെൻ്റൽ സ്ട്രെങ്ത് എന്തായിരുന്നു ഞാൻ ഇപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കാലത്തിൻ്റെ വിഹുലതകൾ എങ്ങനെയാണ് അച്ഛൻ കാണുന്നത്? നമ്മൾ ഈ ഒരു പോസ്റ്റ് കോവിഡ് ആക്ച്വലി ഒരു പുതിയ ഇറ തന്നെയാണ്. അതാണ് ഞാൻ ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് സെനേരിയോ എൻ്റയർലി ഡിഫറെൻറ്റ്. കാരണം 2 കൊല്ലം ആളുകൾ ഐസൊലേറ്റഡ് ആയിരുന്നു, സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറേ നഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന 2 ഗ്രൂപ്പുകൾ. ഒന്ന് പ്രായമായിട്ടുള്ള ആളുകളാണ്, ജെറിയാട്രിക് പോപ്പുലേഷൻസ് ആണ്. കാരണം അവരുടെ കുറേ സോഷ്യൽ ലൈഫ് കുറേ പോയി. 2 നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് 2 വർഷത്തെ ബാല്യം നഷ്ടപ്പെട്ടത്. കാരണം അവർ സ്ക്രീനിലേക്ക് they were glued to the screen, ഒരു സ്ക്രീൻ ജീവിതത്തിലേക്ക് വരികയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതലുള്ള പ്രതിഭാസം ഒന്ന്, ഈ കുഞ്ഞുങ്ങൾ സ്വാഭാവികമായൊരു സാമൂഹിക ഇൻട്രാക്ഷൻസിന് പറ്റുന്നില്ല. ദേ ആർ ഇൻകേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ് തിങ്. അങ്ങനെ ഒരു ഇൻട്രാക്ഷൻസ് പോസിബിൾ അല്ല. സാമൂഹികമായ ഇൻട്രാക്ഷൻസിൻ്റെ മര്യാദകൾ എന്താണെന്ന് ചിലവർക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ ചെയ്യണം, ഒരാളെ കാണുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ക്രൈസിസ് വരുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡിസ്ട്രെസ് വരുമ്പോൾ എന്ത് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേഷൻസ് ഏരിയാസിലൊക്കെ ഇഷ്യൂസ് വരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനുമായി ബന്ധപ്പെടുത്തിയ അഡിക്ഷൻസ് കുറേ വരുന്നു. പല റിലേഷൻഷിപ്സിൻ്റെ ഇഷ്യൂസ് വരുന്നു. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളിൽ ഈ പഠനപരമായ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ പാരലലി ഉണ്ട്. കുറേ നമ്മൾ പറയുന്ന ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ്, ഹൈപ്പർ ആക്ടിവിറ്റി, പിരിവിരിപ്പിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ. അപ്പോൾ ഇത് ഒരു പണ്ടത്തെ ഫാമിലീസിൽ നമ്മൾ എടുക്കുമ്പോൾ ആ ഫാമിലീസിൽ 4-5 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു മോഡലിങ്ങിന് ആൾക്കാരുണ്ട്. ഒരു കൊച്ചിന് ചേട്ടനെ പോലെ ചെയ്യണം അല്ലെങ്കിൽ ചേച്ചിയെ പോലെ ചെയ്യണം എന്നൊക്കെ നോക്കി കണ്ട് ചെയ്യാൻ ആൾക്കാരില്ല. അപ്പോൾ മോഡലിങ്ങിന് ആളുകളില്ല. അപ്പോൾ ഇവർ മോഡലിങ്ങിലേക്ക് നോക്കുന്നത് ഈ സ്ക്രീനിലുള്ള ആളുകളെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടറെ കുറിച്ചൊക്കെ വന്നത്. കാരണം അയാളൊരു മോഡലാണ്, ഇവർക്ക് മോഡൽസ് ഇല്ല, അതുകൊണ്ട് അവർ മോഡലായിട്ട് എടുക്കുന്നു. അത്തരത്തിൽ കുറേ ഡൈവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ പാരൻസ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സെനേരിയോ. കാരണം 2 പേരും വർക്കിംഗ് ആണ്. ഇന്ന് ഈ പറഞ്ഞ തൊപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്താ പറയുക, എൻറ്റയർ സോഷ്യൽ മീഡിയ ചർച്ച. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ വലുത് സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അത് പോസിറ്റീവ് വൈബ് അല്ല, പോസിറ്റീവ് വൈബ് അല്ല. കാരണം അവർക്കൊരു മോഡൽസിന് കിട്ടണില്ല. അതാണ് ഒരു പ്രോബ്ലം. തൊപ്പി സത്യത്തിൽ അധാർമികതയുടെ ആഘോഷമല്ല. എന്താണോ പൊതുസമൂഹം മര്യാദ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്, അതിനെ ഈ ക്യാമറയുടെ മുമ്പിൽ തുണി ഉരിഞ്ഞ് അദ്ദേഹം അവതരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഈ പൊതുസമൂഹം മാന്യമാണ് എന്ന് കരുതിയിരുന്ന മൂല്യങ്ങളെ അയാൾ കീറിമുറിച്ചപ്പം, അത് ആഘോഷമായി അവതരിപ്പിച്ചപ്പം അതിനെ അനുകരിക്കാൻ വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ്, ബാലസമൂഹമാണ്. അത്ഭുതപ്പെടുന്ന 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് കുട്ടികളാണ് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ഇത്രയും പ്രായം കുറഞ്ഞ കുട്ടികളിൽ പോലെ ഒരു പോസ്റ്റ് കോവിഡിയൻ ഒരു കൾച്ചറാണ്. ഒരു നിരാസത്തിന്റെ, ജീവിതത്തിന്റെ ഒരു നിരാസം, മൂല്യങ്ങളോടുള്ള നിരാസം, വെറുപ്പ്, അതെല്ലാം അങ്ങ് ആഘോഷമാക്കുന്ന ഒരു സിമ്പിളായിട്ട് ഈ ഒരു ആന്റി സോഷ്യൽ എലമെന്റ് ആയ തൊപ്പി മാറി. തീർച്ചയായും അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒപ്പിയിൽ 4-5 അഡോൾസൻസിന് പലതരം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. അപ്പോൾ അവർ തിരിച്ചെന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, അച്ഛൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ? അപ്പം ഇല്ല. അച്ഛനത് ഉപയോഗിച്ചാലാണ് അതിൻ്റെ ഗുണം അറിയുള്ളൂ. ആളുകൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ദേ ആർ ടേക്കൺ അപ്പ് ബൈ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. കാരണം നല്ലത് അവർക്ക് ആദ്യമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നമ്മളൊരു പാട്ട് തെറ്റായി പഠിച്ചാൽ അത് മാറ്റി പഠിക്കണമെങ്കിൽ ഇത്തിരി പാടാണെന്ന് നമുക്കറിയാം, ഡീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മുടെ പിള്ളേരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു ഡബിൾ എഫേർട്ട് എടുക്കേണ്ട ഒരു കാലഘട്ടത്തിലായിരിക്കണം. അതുകൊണ്ട് ഈ ഒരു ചൈൽഡ്, നമ്മൾ നാളത്തെ ഭാവിയുടെ വാഗ്ദാനം, നാളെ നമ്മളെ നോക്കേണ്ടത് ഇവരാണ്. അപ്പോൾ അതുകൊണ്ട്
ഈ ഒരു ചൈൽഡ് മെൻ്റൽ ഹെൽത്ത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നമ്മൾ സീരിയസ് ആയി ഇത് കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെ വളർന്നോളും, വെറുതെ ഭക്ഷണവും വസ്ത്രം പാർപ്പിടം മാത്രം കൊടുത്താൽ മതി എന്ന ചിന്തയിൽ നിന്ന് അവരുടെ ഒരു മാനസികാരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും അതിന് വേണ്ട കാര്യങ്ങളിൽ ഒരു റിസോഴ്സ് ഇൻപുട്ട് കൊടുക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത്. കാരണം നമ്മൾ അവരെ അത്തരത്തിൽ വളർത്തുന്നില്ലെങ്കിൽ നമുക്കും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. കാരണം ഒരു മയക്കുമരുന്നിന് അടിമയായ ഒരാൾ ഒരു ഭയങ്കര ഒരു അൺകൺട്രോളബിളായിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അവർ ലൈഫ് ഓൾസോ വിൽ ബി ഇൻ ഡേഞ്ചർ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവണമെങ്കിലും ഒരു സാമൂഹ്യമായ ചുറ്റുപാടിൽ നല്ല ഒരു ജീവിത സാധ്യതകൾ ഉണ്ടാവണമെങ്കിലും കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തെ നമ്മൾ ഇന്ന് ലക്ഷ്യം വെക്കണമെന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളൊരു കാര്യം. കാരണം ഇന്ന് നാട്ടിലെ നമ്മൾ കാണുന്നൊരു കാര്യം, ഒരു തീരുമാനമെടുക്കാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ ഈ ഒരു ജനറേഷൻ വളരെ ബാക്കിലാണ്. എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റൽ കപ്പാസിറ്റി, ബ്രെയിൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. സങ്കടം തോന്നിയൊരു കേസ് ഇതായിരുന്നു. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ഓട്ടോ ഡ്രൈവറായ അപ്പൻ 2 മക്കളെ കൊണ്ടുവരാണ്. അതിൽ സഹോദരിയുണ്ട്, അനുജനുണ്ട്. 2 പേരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് പറഞ്ഞാണ് അപ്പം കൊണ്ടുവരുന്നത്. അപ്പന് ഉപയോഗിക്കില്ല, ചേച്ചിയാണ് അത് ഉപയോഗിക്കുന്നത്. ചേച്ചി അനിയന് കൊടുത്തു എന്നുള്ളതാണ്. ചേച്ചി എത്ര പഠിക്കുന്നു? ചേച്ചി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുറച്ച് മാസം മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു ഉമ്മ, ആള് സൗദിക്ക് പോകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചേക്കായിരുന്നു. മക്കളെല്ലാം വിസയൊക്കെ ശരിയാക്കി. പക്ഷെ പോകുന്നതിന് 2 ദിവസം മുമ്പ് പുള്ളിക്കാരി ഒരു ആത്മഹത്യാ ശ്രമം നടത്തി. അപ്പോൾ ആൾക്കൊരു ഡിപ്രഷൻ വന്നതാണ്, വിഷാദരോഗം വന്നതാണ്. അതാരും ഡിറ്റക്ട് ചെയ്തില്ല. പുറമേക്ക് എല്ലാം സുഖമാണ്, സമ്പത്തുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ വിഷാദരോഗത്തിൻ്റെ അവസ്ഥ അവർ തിരിച്ചറിഞ്ഞില്ല.